MP ജോൺ ബ്രിട്ടാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബ്രിട്ടാസ്, ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ CPIM ആദ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാലത്തെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ താല്പര്യവും RSSുമായുള്ള ബന്ധവും ഒക്കെ നോക്കിയാൽ അതിനെ അസ്വാഭാവികമായി കാണേണ്ടതുണ്ടോ? അസ്വാഭാവികമായിട്ട് കാണേണ്ടതില്ല. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവാർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി RSSനെ ശ്ലാഘിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിലുള്ള അഭിസംബോധനയാണെന്ന് മനസ്സിലാവും. സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ഒരു പങ്കും വഹിക്കാതെ കൊടുത്ത് പാരമ്പര്യമുള്ള സവാർക്കറിനെ അതുപോലെ തന്നെ RSSനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അപലപനീയവും അപഹാസ്യവുമാണെന്ന് നമ്മൾ തിരിച്ചറിയും. യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മതനിരപേക്ഷ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ മുമ്പോട്ട് വരുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള പരോക്ഷ പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. ഈ സവാർക്കർ എന്ന് പറഞ്ഞ വ്യക്തി എത്ര മാപ്പപേക്ഷയാണ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ സവാർക്കർ ഗാന്ധി വധത്തിൽ പ്രതിയായിരുന്നില്ല. തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിൽ പോലും പിന്നീട് കപൂർ കമ്മീഷൻ, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന JL കപൂറിന്റെ അന്വേഷണത്തിൽ സവാർക്കർക്ക് ഗാന്ധിവധത്തിൽ പങ്കുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് രേഖപ്പെടുത്തിയതല്ലേ നമ്മുടെ ചരിത്രം. അതുകൊണ്ട് ഈ ചരിത്ര നിഷേധം കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. രാജ്യം വലിയൊരു അപകടത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം.